സൺറൈസ് ആണോ അതോ സൺസെറ്റ് ആണോ ഇഷ്ടം? എന്താ അങ്ങനെ ഒരു ചോദ്യം? നത്തിങ്, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയാ. അങ്ങനെ ചോദിച്ചാ രണ്ടും ഒന്ന് തന്നെയല്ലേ? ഒന്നിന്റെ തന്നെ രണ്ട് ഭാവങ്ങൾ. എനിക്ക് ഈ സൺസെറ്റിനെ പേടിയാ വിനു. ചുറ്റിനുള്ള ചോപ്പും അതിനുശേഷമുള്ള ഡാർക്ക് ഷെയ്ഡും. എനിക്ക് രവിയേട്ടനെ ഓർമ്മ വരുന്നത്. എന്താടി കല്യാണത്തിന് മുമ്പ് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോടി? എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ നീ എന്റെ ഹാബിറ്റ്സും ഇഷ്ടപ്പെടണം. മനസ്സിലായോ നിനക്ക്? വലിക്കടി, വലിക്കടി. അങ്ങനെ എന്റെ വഴിക്ക് പാടി. എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? നീ പറഞ്ഞതൊക്കെ ശരിയാവിനോ. ഒന്നിൻ്റെ തന്നെ രണ്ട് ഭാവങ്ങൾ. പകൽ പക്കാ ജെന്റിൽമാൻ, പക്ഷെ രാത്രിയിലോ കുട്ടിക്കാലത്ത് ക്രയോണുകളിൽ വരച്ചു കൂട്ടിയിരുന്ന ഈ ചുവപ്പ് രാശിക്ക് വേദനയിൽ കുതിർന്ന ചോരയുടെ. നിനക്ക് ഈ സെന്റിമെന്റ്സ് ഒക്കെ സിമ്പിൾ ആയിരിക്കും, കാരണം 10 ദിവസത്തെ എഗ്രിമെന്റ് മാത്രം ഒതുങ്ങുന്നതല്ലേ നമ്മൾ നമ്മളുടെ റിലേഷൻഷിപ്പ്. നിനക്കിതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യം എന്താ? എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഇല്ലേ? പോയല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ. രവിയേട്ടൻ വരെ ഇനി ഒരു 10 ദിവസം കൂടെ ഉണ്ട്. അതുവരെ നിനക്ക് നിന്നൂടെ എൻ്റെ കൂടെ? നീ ഇങ്ങനെ 10 ദിവസം എന്ന് പറഞ്ഞ് വാശി പിടിക്കാതെ കായൂ. നീ എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടിയെത്തും. പക്ഷെ ഇപ്പം എനിക്ക് പോയേ പറ്റും. നാളെ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ. അവൾക്കറിയില്ലല്ലോ പപ്പയുടെ ജോലി ഇതാണ്. പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിനൊടുവിൽ വിദേശ രാജ്യങ്ങളിൽ കൊഴിഞ്ഞു തീർന്ന യൗവനം. പറഞ്ഞു വരുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല. വയസ്സാവുമ്പോൾ ഒരുപാട് സംസാരിക്കണം തോന്നും. കേട്ട് നിൽക്കാൻ പിള്ളേർക്ക് എവിടെ നേരം? കൊച്ചുമക്കളെ കണ്ടുകിട്ടാൻ തന്നെ വലിയ പാടാ. ഫുൾ ടൈം മൊബൈലല്ലേ. ഈ കിളവിന്റെ കഥകൾ കേൾക്കാൻ കൊച്ചുമക്കൾക്ക് എവിടെ നേരം? അങ്കിളിന് പറയാനുള്ളതല്ല എന്നോട് പറഞ്ഞോളൂ. കേട്ടിരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടല്ലോ. വെളുക്കും വരെ സമയമുണ്ട്. നിനക്ക് നാളെ കഴിഞ്ഞ് പോയാ പോരെ? ഇതിപ്പോ വലിയൊരു സീനാവുമല്ലോ. മുത്തശ്ശൻ അറിയാലോ എന്റെ സിറ്റുവേഷൻ. ഇതെന്റെ ജോബായി പോയില്ലേ മുത്തശ്ശ? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉള്ളതാ. നാളെ എനിക്ക് പോയേ പറ്റുള്ളൂ. 10 ദിവസങ്ങളായി ഞാൻ മോളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലടക്കി പിടിച്ച വേദനകളായിരുന്നു മുത്തശ്ശ. പക്ഷേ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. കുറച്ചേ ഉള്ളൂ എങ്കിലും അവസാനത്തെ ആ ദിവസങ്ങൾ. എന്റെ കൊച്ചുമോളെ എനിക്ക് തിരിച്ചു കിട്ടി. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ നിന്റെ ഫാനാ. പറഞ്ഞ തീരാത്തത്രേ. എന്റെ പൊന്നു കായു, എല്ലാവരെ പോലെ വികാരവും വിചാരവും ഉള്ള ഒരു പച്ചയായ മനുഷ്യൻ തന്നെ ഞാൻ. നിന്റെ രവിയേട്ടനെ പോലുള്ള ആളുകൾ പലതും മിസ് ചെയ്യുമ്പോഴാണ് നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങളെ തേടി വരുന്നത്. രവിയേട്ടൻ വേണോ? അടേ കുടിക്കടി, കുടിക്കടി അങ്ങോട്ട്. ഒരു കണക്കിന്
എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ബിസിനസിന്റെ നെട്ടോട്ടങ്ങൾക്കുള്ളിൽ എൻ്റെ കുടുംബത്തെ ഞാൻ മറന്നു. ഹലോ, പപ്പ എവിടെയാ? ആ പറഞ്ഞോളൂ. ഇന്ന് കോളേജിലേക്ക് വരാന്ന് പറഞ്ഞതല്ലേ, പപ്പ എന്നെ കൂട്ടാതെ പോയോ? ഈ ചെറിയ കാര്യത്തിലൊക്കെ പപ്പയെ ബുദ്ധിമുട്ടിച്ച് ഞാനൊരു കോൺഫറൻസിലുള്ള കാര്യം പറഞ്ഞതല്ലേ. എനിക്ക് അർജന്റാണെന്ന്, എനിക്ക് ആ മീറ്റിംഗിൽ പങ്കെടുക്കണ്ടേ? അയ്യോ, ഞാൻ അവിടെ ചെല്ലാൻ ഉറപ്പ് പറഞ്ഞതാ. നീ മമ്മിയോട് പറ, മമ്മി എല്ലാം ചെയ്യും. മമ്മി വന്നാൽ ശരിയാവത്തില്ല, പപ്പ വരണം. കുട്ടികളുടെ ഒരു കാര്യം. നിനക്ക് നാളെ കഴിഞ്ഞ് പോയാ പോരെ? ഇതേ വീണ്ടും സെൻഡി ആയല്ലോ. മുത്തശ്ശൻ അറിയാലോ എന്റെ സിറ്റുവേഷൻ. ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉള്ളതാ. ഇതെന്റെ ജോബായി പോയില്ലേ. നാളെ എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേയാ. എനിക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. ദേ ഇങ്ങോട്ട് നോക്കിയേ. മുത്തശ്ശന് പറയാനുള്ളതെല്ലാം പൊടി തട്ടി വെച്ചോ. ഞാനിങ്ങ് ഓടി എത്തത്തില്ലേ ഫ്രീ ആകുമ്പോ. പിന്നെ ഞാനും എന്റെ മുത്തശ്ശനും മാത്രമുള്ള ലോകത്തായിരിക്കും. നിന്റെ കൈകൾ സ്പർശിക്കുമ്പോൾ എന്തോ ഒരു ഫീലിംഗ്. പിന്നെ കൈ മാത്രല്ല കേട്ടോ, നിന്റെ കണ്ണുകളും എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും. ആഹാ, നിനക്ക് വട്ടാണ്. നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന ചാന്ദിനി ഇത് പലവട്ടം നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇനിയെങ്കിലും പറ, എന്താ നിന്റെ സ്പെഷ്യാലിറ്റി? ചെയ്യുന്ന ജോലിയോടും വാങ്ങുന്ന ശമ്പളത്തോടുള്ള ഡെഡിക്കേഷൻ. ദാറ്റ്സ് ഓൾ. അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. എന്തായാലും നിന്നെപ്പോലെ ഒരു 100 പേരെങ്കിലും കാണില്ലേ ഈ സിറ്റിയിൽ. ആ, വാങ്ങുന്ന പണത്തിന് കൃത്യമായി ജോലി ചെയ്യുന്ന, ആർക്ക് വേണമെങ്കിലും വിലക്കെടുക്കാവുന്ന ഒരു പുരുഷവർഗം. ഒറ്റവാക്കി പറഞ്ഞ ജിഗോളാസ്. സത്യം പറഞ്ഞ എനിക്കിതിനോടൊന്നും അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരുതരം വല്ലാത്തൊരു വെറുപ്പായിരുന്നു എനിക്ക്. ചാന്ദിന് നിന്നെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ആ വെറുപ്പ് എൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. പക്ഷേ നീ എൻ്റെ അടുത്തേക്ക് വന്ന ഫസ്റ്റ് ഡേ തന്നെ എന്താ ഞാൻ അതൊന്നും അല്ല മോളെ, നീ മുത്തശ്ശന് തന്നത്. ഒരു മകളുടെ സ്നേഹം, കരുതൽ, വാത്സല്യം. ഇനി എനിക്ക് ചത്താലും കുഴപ്പമില്ല. പിന്നെ ആദ്യം നിന്നെ കുറിച്ചറിഞ്ഞപ്പോ ഞാൻ കരുതിയത് കാശിന് വേണ്ടി സ്നേഹം നടിക്കുന്ന ഒരു പെണ്ണ്, അല്ലെങ്കിൽ ഒരു ഹോം നഴ്സ്. പക്ഷേ ഇപ്പോ നീ എന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു. കാരണം നീ എൻ്റെ മകളാണ്, പേരക്കിടാവാണ്, എല്ലാം എല്ലാം എല്ലാമാണ്. കഴിഞ്ഞ 10 ദിവസം ഒന്നും കണ്ടില്ലല്ലോ മുത്തശ്ശ. പിന്നെ ഇപ്പൊ എന്തിനാ ഇത്?
ലെൻസ് ഒന്നും കാണില്ല കേട്ടോ. അതിനെനിക്ക് ലക്സ് ഇല്ലല്ലോ. എന്തെന്നാടി അറിയാം, എന്ത് ചെയ്യാനാ. ഇത് കിട്ടാതെ ഒരു ദിവസം പോലും ഗായത്രി രവിശങ്കറിന് പറ്റില്ല. ആദ്യമൊക്കെ രവിയേട്ടൻ്റെ സർക്കിളുമായി മാച്ച് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പം അതങ്ങോട്ട് ശീലമായി. പക്ഷെ വിനു വന്നിട്ട് ഇത് ആദ്യമല്ലേ. ഹലോ മാം, നമസ്കാരം. അതെ അതെ അതെ, ഇല്ല നാളില്ല. ഇല്ല, നാളെ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ അല്ലേ, നാളെ എങ്ങനെ വരുന്നത്? ഇല്ല, ഓ സോറി 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 സോറി, ഇല്ല എനിക്ക് പോയേ പറ്റൂ, കൊച്ചിൻ്റെ ബർത്ത്ഡേ അല്ലേ മാഡം. ഇല്ല, മറ്റന്നാൾ മോർണിംഗ് 10 o'clock കൺഫേം. ഓക്കെ, ഇല്ലില്ല, കൺഫേം കൺഫേം. ഓക്കെ മാഡം, ഓക്കെ, ബൈ 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 ബൈ. ഇതാ സൂസൻ അബ്രഹാം അല്ലേ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വില കൂടിയ മോഡലിനും ഈ ഗന്ധർവനെ കൂടാതെ പറ്റത്തില്ല അല്ലേ? എന്താ നിന്റെ ഈ ഒരു മാജിക്കിന്റെ കുട്ടൻസ്? ഇന്ന് തന്നെ ഇത് അവളുടെ 4ാമത്തെ കോളല്ലേ? ബാ. കഴിഞ്ഞ 10 ദിവസമായിട്ട് എൻ്റെ മുമ്പിൽ ഒരിക്കൽ പോലും നീ ഫോൺ ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ. അതങ്ങനെയാ കാര്യം. സ്വന്തം ഭാര്യയേക്കാൾ സെൽഫോണുകളെ സ്നേഹിക്കുന്നു, അതിനെ ചുണ്ടോട് ചേർക്കുന്ന ഭർത്താക്കന്മാരുള്ളത് കൊണ്ടാണല്ലോ ഒരു പരിധിവരെ നിങ്ങളൊക്കെ നമ്മളെ തേടി വരുന്നു. അപ്പം ഞങ്ങളും അങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? പിന്നെ ഗായു നേരത്തെ ചോദിച്ചതിനുള്ള ഉത്തരം, എൻ്റെ കോൺട്രാക്ട് എന്നിടത്തോടെ തീർന്നു. ഇപ്പോൾ നീ എക്സ്ട്രാ ടൈമില്ല. ആ എക്സ്ട്രാ ടൈം ഒന്നും ഒരാഴ്ചത്തെ കൂടെ നീട്ടാൻ പറ്റത്തില്ല. അതെൻ്റെ പേഴ്സണൽ സ്പേസാണ്, എൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നാളെ എൻ്റെ മോളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. നീ എപ്പോൾ വിളിച്ചാലും ഒരു ഉൾപ്പാടകല ഞാനുണ്ട്. ഡോണ്ട് വറി, ഓക്കെ? Good morning. Sit down. Thank you, teacher. Adam CS. Present, teacher. Adarsh. Present, teacher. Fahim Akram. Present, teacher. Ayan. പ്രസന്റ് മിസ്. എന്താ ഉറങ്ങുമായിരുന്നോ? ഇന്നലെ ഉറങ്ങിയില്ല. അതെന്തേ? ഇന്നലെ വീട്ടില് ഫുള്ളും കൊതുകായിരുന്നു. എന്റെ വീട്ടിലെ മിസ്. ആ നല്ല കാര്യം, അവിടെ ഇരുന്നോ. ഗായത്രി. പ്രസന്റ്, ടീച്ചർ. എന്താ ഇന്ന് കളർ ഡ്രസ് ഇട്ടിരിക്കുന്നേ? അത് ഇന്ന് എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഇവിടെ സ്കൂളിൽ കളർ ഡ്രസ് അലൗഡ് അല്ലാന്ന് അറിയില്ലേ? സോറി ടീച്ചർ. ഹെഡ് മാസ്റ്ററെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. വാ. വിനു, തന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. യുവർ ഡെഡിക്കേഷൻ. സ്വന്തം മോളുടെ ബർത്ത്ഡേ ആയിട്ട് പോലും അതെല്ലാം ഇട്ടിട്ട് നീ വന്നല്ലോ. ഇതെൻ്റെ ജോബല്ലേ. May I come in, sir? Yes, come in. Good morning, sir. Good morning. സാറേ, ഗായത്രി ഇന്ന് കളർ ഡ്രസ് ഇട്ടാ വന്നേക്കണേ. അപ്പൊ ഞാൻ സാറിനെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. എന്താ മോളെ ഇന്ന് കളർ ഡ്രസ് ഇട്ടുണ്ടോ വന്ന? ഇന്ന് എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സാർ. ഇവിടെ കളർ ഡ്രസ് അലൗഡ് അല്ലെന്ന് മോക്ക് അറിയില്ലേ? സാറേ, ഞാൻ ഇന്ന് ക്ലാസ്സിലിരിക്കുന്നില്ല. എന്റെ പപ്പയും മമ്മയും കൊണ്ടുവരാനായിട്ട് വരും. എപ്പോ വരും? രാവിലെ വരും എന്ന് പറഞ്ഞു. ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടാ. ഓക്കെ സാർ. നമസ്കാരം സാർ. നമസ്കാരം, ഇരിക്കൂ. ആരാണ്? ഗായത്രിയെ കൊണ്ടുപോകാൻ വന്ന. ഇരിക്കൂ. ഗായത്രി, ഇങ്ങ് വന്നേ.
മോളുടെ പപ്പയും അമ്മയും വന്നിട്ടുണ്ടല്ലോ. ഏ അയ്യോ സാർ, ഇതെന്റെ പപ്പയും അമ്മയല്ല. പിന്നെ നിങ്ങളാരാ? ഒരു മിനിറ്റ് സാറേ. ടീച്ചറുടെ ക്ലാസ്സിലേക്ക് പോയിക്കോ. ഓക്കെ ശരി സാർ. ഹലോ ബിനു, സാറിനോടൊന്നും പറഞ്ഞില്ലായിരുന്നോ? ഞങ്ങൾ സ്കൂളിലുണ്ട്. അയ്യോ സോറി ബൈ. ഞാനേ ഇത്തിരി തിരക്കിലായി പോയി, പറയാൻ വിട്ടുപോയി. സാർ അടുത്തുണ്ടോ? ഞാൻ പറഞ്ഞോളാം. സാറിനൊന്ന് കൊടുക്കാവോ? കൊടുക്കാം സാർ. ഹലോ, ഞാനേ ഗായത്രിയുടെ ഡാഡിയാണ്. സാറിനെ നേരത്തെ വിളിച്ചു പറയാൻ പറ്റിയില്ല, ഞാൻ ഇത്തിരി തിരക്കിലായി പോയി. ഇന്ന് ഗായത്രിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോ മോള് വളരെ പ്രതീക്ഷിച്ചിരുന്നതാ. ഞാൻ ഒരുപാട് ഓഫറുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബീച്ചിൽ പോവാം, പാർക്കിൽ പോവാം, ഒബ്രോൺ മോള്, ലുലു മോള്, അങ്ങനെ ഒരു ഫുൾ ഡേ ഞാൻ അവൾക്ക് വേണ്ടി വെച്ചേക്കാന്ന് പറഞ്ഞിരുന്നതാ. പക്ഷേ ഇവിടുത്തെ ജോലി തിരക്കൊണ്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ സാറ് ഒന്ന്, എൻ്റെ ഫ്രണ്ടാണ് അവിടെ വന്നിരിക്കുന്നതേ. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് അവളുടെ പപ്പയും അമ്മയും അവരാണ്. സാർ ഒന്ന് മോൾക്ക് കൊടുക്കാവോ? ആ ഓക്കെ, കൊടുക്കാം. ഹലോ മോളു, ഹാപ്പി ബർത്ത്ഡേ. പപ്പ എന്താ വരാത്തേ? പപ്പയുടെ ജോലി തിരക്ക് മോൾക്ക് അറിയാവുന്നല്ലേ. വരണമെന്ന് കരുതിയതാ, പക്ഷെ ഇന്നലെ ലേറ്റ് ആയിട്ടാ പപ്പക്ക് കോൾ വന്ന്. അപ്പ മമ്മി എന്തേ? മമ്മിയോട് ഞാൻ പറഞ്ഞത് അവളോടെങ്കിലും വരാനായിട്ട്. കേക്കണ്ടേ? പപ്പ പ്രോമിസ് ചെയ്തതാ. ഒരു 10 days മോളൊന്ന് വെയിറ്റ് ചെയ്യൂ, നമുക്ക് അടിച്ചു പൊളിക്കാം. കേക്കട്ടിങ്ങ കഴിഞ്ഞോ? ഇല്ല, എന്താ കട്ട് ചെയ്യാത്തെ? പപ്പ വന്നിട്ട് കട്ട് ചെയ്യാന്ന് കരുതി. ആ, മോൾ ആഗ്രഹിച്ചാണ്, എനിക്കറിയാം. ഇപ്പൊ അവിടെ വന്നിരിക്കുന്ന അങ്കിളും ആന്റിയാണ് മോളുടെ പപ്പയും മമ്മിയും. ഹാപ്പി ആയില്ലേ? അപ്പൊ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവരോട് പറഞ്ഞോളൂ. ലുലു മോള്, പാർക്ക്, ബീച്ച്. അടുത്ത ബർത്ത്ഡേ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. പപ്പ ഫ്രീ ആയിരിക്കും, അത് 100% ഗ്യാരണ്ടി. ഓക്കേ, ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. ഉമ്മ. 10 ദിവസത്തേക്ക് ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓക്കെ സാർ. ഓക്കെ, ബർത്ത്ഡേ അടിച്ചു പൊളിക്ക് കേട്ടോ മോളെ. എന്നാ താങ്ക് ശരി. യു സാർ. ശരി. മാറിവരുന്ന കാലഘട്ടങ്ങളിലെ ബന്ധങ്ങളുടെ ശൂന്യതയിൽ ജീവിതത്തിനു മുന്നിൽ പകച്ചുപോയ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ. വന്നിപ്പോ ബന്ധങ്ങൾക്ക് വെറും തുണ്ടുകടലാസിന്റെ വില മാത്രമേ ഉള്ളൂ എന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം. കാശ് കൊടുത്താൽ ഇവിടെ ഇപ്പോൾ എന്തും കിട്ടും. അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, കാമുകൻ, കാമുകി, പേരക്കിടാവ്, അങ്ങനെയെല്ലാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫ് റീക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ. പണം കൊടുത്തിട്ടാണെങ്കിലും ചുരുങ്ങിയ കാലയളവിൽ കിട്ടുന്ന ആ സന്തോഷത്തിൽ ഒരു പരിധിവരെ തൃപ്തരാണ് നമ്മുടെ ഈ ന്യൂ ജനറേഷൻ. നോക്കത്താ ദൂരത്ത് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ സുവർണ കാലഘട്ടത്തിലെ സ്വപ്നങ്ങളും പേറി ജീവിതം വീണ്ടും മുന്നോട്ട്.